പ്രിയമുള്ളവരെ, ഏലംകുളം ബാലകൃഷ്ണ സ്മാരക വായനശാലയുടെ വനിതാവേദി ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഏലംകുളത്തെ സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക രംഗങ്ങളിൽ നിറസാന്നിധ്യമായ തങ്കമണി ചേച്ചിയാണ്. ഏലംകുളത്തിന്റെ ചരിത്ര നിർമ്മിതിയിൽ കാലത്തിനൊപ്പം കാലിടറാതെ സഞ്ചരിച്ച സമര സന്ദേശം കൂടിയാണ് സഖാവ് തങ്കമണി. നീണ്ട 57 വർഷക്കാലമായി CPI മെമ്പറാണ്. ജില്ലാ പഞ്ചായത്ത് മെമ്പറായും ബ്ലോക്ക് മെമ്പറായും വിവിധ തലങ്ങളിൽ മികവുറ്റ പ്രകടനം കാഴ്ചവെച്ച വനിത കൂടിയാണ്. സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം നിഷേധിച്ചിരുന്ന ഒരു കാലത്ത് സാംസ്കാരിക രാഷ്ട്രീയ സാമൂഹ്യ രംഗങ്ങളിൽ സധൈര്യം പ്രവർത്തിക്കാൻ തങ്കമണി ചേച്ചിക്ക് കഴിഞ്ഞിരുന്നു. വായനശാല വനിതാ പ്രവർത്തകരായ ശ്രീമതി ശോഭന ടീച്ചർ, ശ്രീമതി വിജയലക്ഷ്മി ടീച്ചർ, ഏലംകുളം ഗ്രാമപഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റായിരുന്ന ശ്രീമതി K ആയിഷ എന്നിവരാണ് നമ്മുടെ തങ്കമണി ചേച്ചിയുമായി ഈ അഭിമുഖം നടത്തുന്നത്. ഞങ്ങൾ ഏലംകുളം ബാലകൃഷ്ണ സ്മാരക വായനശാലയുടെ വനിതാവേദിയുമായിട്ട് ബന്ധപ്പെട്ട് തങ്കമണി ചേച്ചിയെ ഒന്ന് പരിചയപ്പെടാനും നിങ്ങളുടെ കാര്യങ്ങൾ അറിയാനും ഞങ്ങളുടെ നാട്ടിൽ എല്ലാവർക്കും നിങ്ങളെ പരിചയപ്പെടാനും വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയായിട്ട് വന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിലെ അനുഭവങ്ങൾ, രാഷ്ട്രീയത്തിൽ, കുട്ടിക്കാലം, അന്നത്തെ അന്നത്തെ കാര്യങ്ങൾ ഒക്കെ ചെറുതായി നിങ്ങളുടെ ഓർമ്മയിലുണ്ട്. ഇപ്പോൾ ഓർമ്മ കുറച്ച് കുറവാണെന്നറിയാം. എന്നാലും ഓർമ്മ ഉള്ളതൊക്കെ പറഞ്ഞ് ഞങ്ങളോട് സഹകരിക്കുക. ഞങ്ങൾക്ക് വലിയ സന്തോഷമാണത്. കുട്ടിയെടുത്തി എന്നാണ് ഞാൻ വിളിക്കുക. നമ്മളെ തങ്ങമണിയപ്പടെ പിന്നെ കുട്ടിക്കാലത്തെ കുറിച്ചിട്ട് ഒന്ന് പറയാം. അതേപോലെ സ്കൂൾ ജീവിതം, സ്കൂൾക്ക് പോണതിന്റെ മുന്നേ കുടുംബം, അച്ഛനമ്മ, അവരെ കുറിച്ചിട്ടൊന്ന് വിശദീകരിക്കാം. കുട്ടിക്കാലം മുതൽ പിന്നെ സൗത്ത് സ്കൂളിലാണ് ഒന്നില്. അത് ഈ ഗോവിന്ദൻകുട്ടി മാഷാണ് വന്നിട്ട് ഇതിനൊക്കെ അന്ന് കുട്ടികളെ വന്ന് കൊണ്ടുപോവുക ചെയ്യുക. വീട്ടിൽ വന്നിട്ട് ടീച്ചർമാരും സതി ടീച്ചർ ഇവിടെ വന്നിട്ടുണ്ട്, ലക്ഷ്മി ടീച്ചർ ഇവിടെ വന്നിട്ടുണ്ട്, ഗോവിന്ദൻകുട്ടി മാഷ് വന്നിട്ടുണ്ട്. ഗോവിന്ദൻകുട്ടി മാഷാണ് പിന്നെ എല്ലാവരും കുട്ടികളെ പിന്നെ ആ പൂട്ടിയ കാലത്ത് തുറക്കുമ്പോഴേക്ക് കുട്ടികളെ വന്നിട്ട് ഇതാക്കും. എന്നിട്ട് പിന്നെ ആ ദിവസം ആ ഉത്തരവാദപ്പെട്ട ടീച്ചർമാർ വന്നിട്ട് കൊണ്ടുപോകും. പിന്നെ ഗോവിന്ദൻകുട്ടി മാഷാണ് ഞങ്ങളൊക്കെ വന്നിട്ട് ഇറക്കി കൊണ്ടുപോയിരുന്നത്. അതായത് കാരണം അന്ന് വണ്ടിയും കാര്യങ്ങളൊന്നും ചെറിയ കുട്ടികളെ പാടത്തു കൂടെ തന്നെ പോകാൻ പറ്റും, റോഡൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഗോവിന്ദൻകുട്ടി മാഷാണ് അവിടുത്തെ കുട്ടികളുണ്ടാവും. പിന്നെ ആ ഭാഗത്തുനിന്ന് ആ ഹരിയൻ കോളനിയിലത്തെ കുട്ടികളെ മുഴുവനെ മാഷ് അവിടെ നിന്ന് ആക്കിയിട്ട് കൊണ്ടുപോയി. പിന്നെ ഞാനൊക്കെ അങ്ങനെ പോകൽ തുടങ്ങി. അങ്ങനെ ആദ്യമൊക്കെ ഗോവിന്ദ മാഷും ഗോവിന്ദൻകുട്ടി മാഷ് വന്നിരുന്നു കുട്ടികളെ. ഗോവിന്ദൻകുട്ടി മാഷ് എടുത്തിട്ടാണ് കൊണ്ടുപോകുക ഗോവിന്ദ മാഷ് കുട്ടികളെ. അങ്ങനെയായിരുന്നു. അവർ രണ്ടാളാണ് കുട്ടികളെ. പിന്നെ സതി ടീച്ചർ അവർ മാനേജർ അങ്ങനെയാണല്ലോ, അവരൊന്നും അവിടെ ക്ലാസ്സിലേ വരുള്ളൂ. പിന്നെ കുട്ടമാഷല്ലേ, കുട്ടമാഷ് നമ്മളെ മുതലാളിയാണ്. കാരണം തേലക്കാട്ടിന്റെ കൃഷി മുഴുവൻ ഇവിടെ അച്ഛനോ വേണം. ഇവിടുത്തെ കൃഷിക്കാരനാണ് അച്ഛൻ്റെ അച്ഛനും മുതൽക്ക് തേലക്കാട്ട് വരെ പിന്നെ എന്നെ പാട്ടത്തിന് കൃഷി അന്ന് ആർക്കും ഇല്ലല്ലോ. മനക്കിലെ പാട്ടവും തേലക്കാട്ട് വരെ പാട്ടവും ആയിരുന്നു. തേലക്കാട്ട് ആ കരിങ്കരയൊക്കെ അവരുടെ ആയിരുന്നു. അപ്പോൾ ആ കൃഷി ആയിരുന്നു അച്ഛനും അച്ഛൻ്റെ അച്ഛനും എല്ലാവർക്കും പാടത്ത്. കൃഷ്ണൻകുട്ടി നമ്മുടെ ചിന്നമ്മ. അന്നിപ്പോ പാട്ടത്തിനെടുത്ത് സ്ഥലം എടുത്തിരുന്നത് ഏലംകുളം മനക്കിൽ നിന്നും EMSന്റെ മനക്കിൽ നിന്ന് ആണെന്ന് പറഞ്ഞല്ലോ. അവരായിരുന്നു ഇവിടുത്തെ ജന്മികള്. അവിടുത്തെ കുടിയന്മാര് പാട്ടത്തിന് എടുത്ത് കൃഷി ചെയ്യുന്ന ആളുകളായിരുന്നു ഇവിടെ ഉള്ളത് ഒട്ടുമിക്ക ആളുകളും. അതിൽ പെട്ടതാന്നല്ലേ പറഞ്ഞത്. ആ മനയെ കുറിച്ചുള്ള അല്ലെങ്കിൽ EMSന്റെ കുട്ടിക്കാലത്തെ കുറിച്ചുള്ള അതുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? അത് ഞങ്ങൾ ഈ പാട്ടം കൊണ്ടു കൊടുക്കാൻ പിന്നെ മനക്കൽ ഇപ്പോഴും നിൽക്കണ ഗേറ്റിന്റെ ഇപ്പുറത്തെ ചെലക്കല്ലോ. ഇപ്പുറത്ത് ചെന്നിട്ട് ഇത് നമ്മള് പിന്നെ ഏറ്റി ഇവിടുന്നൊക്കെ ഉണക്കി ചാക്ക് കെട്ടി ഏറ്റിയിട്ടല്ലാതെ കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. കൊട്ടയിലും ചാക്കിലും ഒക്കെ ഇട്ട് ഇതാക്കിയിട്ട് അവിടെ കൊണ്ടുപോയി പടിക്കൽ കൊണ്ടുപോയിട്ട് അന്നൊന്നും അളന്നെടുക്കില്ല. അത് വാങ്ങി വെച്ചാലല്ലേ നമുക്ക് സമാധാനമുള്ളൂ. അവര് നമ്മളിന്ന് കൊണ്ടുപോയി കാര്യസ്ഥനും അവർക്കൊക്കെ പാടെ ഒഴിവ് കിട്ടിയിട്ടാണ് ഇത് വാങ്ങി പാട്ടത്തിൽ തന്നെ ഇവിടെ കൊണ്ടുപോയിട്ടിട്ട് അതവര് അവിടെ ഇതാക്കി വെക്കണം. അളന്ന് വെച്ചിട്ട് ഉറപ്പ് തരണം. എന്നാലാണ്, അല്ലെങ്കിൽ അവിടേക്ക് കിട്ടിയതായിട്ട് ഓർക്കില്ല. പാട്ടത്തിന് കൊടുത്തു കഴിഞ്ഞാല് പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുമോ?
ഞങ്ങള് കൃഷി അതിന് ഇത്ര കൊടുക്കണം എന്നുണ്ട്, ഇത്ര വേണം പാട്ടെന്നുള്ള ഇത്ര ആ ഭൂമിക്ക്. ഈ പള്ളിയിലായിരുന്നു പിന്നെ ഇപ്പോഴും അത് തന്നെയായിരുന്നു ഞങ്ങൾ പിന്നെ വിറ്റത്. കൃഷി നന്നായിട്ടുണ്ടായ ലാഭം ഉണ്ടായിരുന്നു. കിട്ടും, അതെ. മോശമായ അതാണ്. അപ്പൊ അത് അവിടുത്തെ അതെന്തായാലും കൊടുക്കണം, അതിൽ തർക്കമില്ല, കൊടുക്കണം. കൃഷിക്ക് നാശം വന്നാലും പാട്ടം പാട്ടം കൊടുക്കണം. കൊടുക്കണം. തങ്കമണി ചേച്ചി, രാഷ്ട്രീയത്തിൽ ഇപ്പോഴും സജീവമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കണല്ലോ. ഇത് എന്ന് മുതലാണ് നമ്മൾ അത് തുടക്കം കുറിച്ചത്? എവിടുന്നാ? 68 പിന്നെ എല്ലാ ബ്ലോക്ക് ലെവല് മഹിളാ സമാജങ്ങളുണ്ടായി. അത് നമ്മളെ ഏലംകുളത്തും മുട്ടപ്പള്ളി അവിടെ ഭാർഗീയമ്മ പ്രസിഡൻ്റായിട്ട് പിന്നെ മഹിളാ സമാജം രൂപീകരിച്ചു. ആ ബ്ലോക്കിൻ്റെ ഉദ്ഘാടനത്തിനൊക്കെ ഞാൻ പോയതാ. അതിൻ്റെ മുമ്പ് തുടങ്ങിയിട്ടോ ഇവിടെ അങ്ങനെ ബാലവാടി ഈ മഹിളാ സമാജവും തുടങ്ങി. പിന്നെയാണ് ആ ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ ഈ ബാലവാടിയിൽ തുന്ന ക്ലാസ്സിൻ്റെ ബാലവാടിക്ക് കുമാരിയും കൊണ്ട് പോയതാണ് ഞാൻ 4 വയസ്സാകുമ്പോൾ. 4 വയസ്സാകുമ്പോൾ അംഗനവാടി തുടങ്ങിയ കാലം 64 അംഗനവാടി തുടങ്ങിയപ്പോൾ മറ്റേ നമ്മളെ ഗ്രാമലക്ഷ്മി പിന്നെ കറുപ്പല്ലേ, കറുപ്പൻ്റെ മകള് ഗ്രാമലക്ഷ്മി ആയിരുന്നു ജാനകി, അന്നത്തെ അംഗനവാടി ടീച്ചർ അവരായിരുന്നു. ആ ജാനകി വന്നിട്ട് കുട്ടികളെ ഇതായിട്ട് അപ്പോൾ കുമാരിക്ക് 4 വയസ്സാകുമ്പോൾ അവളെ അംഗനവാടിക്ക് കൊണ്ടുപോയതാണ് ഞാൻ. അംഗനവാടിക്ക് ചെന്നപ്പോൾ കുമാരിക്ക് 4 വയസ്സ്, എനിക്ക് 12 വയസ്സ് ആണ്. അപ്പോൾ ഇവളെയും കൊണ്ട് അംഗനവാടിയിലേക്ക് ചെന്നപ്പോൾ അവിടെ തുന്ന ക്ലാസ് ഉണ്ട്. അപ്പോൾ അംഗനവാടി കൊണ്ടത് ഭാർഗവി. അപ്പം ഞാൻ വന്നിട്ട് പറഞ്ഞമ്മ അവിടെ തുന്ന ക്ലാസ് ഉണ്ട്. അപ്പം എന്താ വെച്ചാൽ ബിരോടക്ക് അതും കൂടി ഉണ്ട്. ഒന്നുമില്ല വെച്ചിട്ട് എന്തേലും എൻ്റെ കുട്ടിയൊക്കെ ഒന്ന് പഠിച്ചിരിക്കണ്ടെന്ന് വെച്ചിട്ട് അച്ഛനമ്മ രാമായണം വായിച്ച് പറഞ്ഞു. അന്നതാണ് അപ്പൊ ഇവരെ വീട്ടിൽ ഇവരുടെ അച്ഛൻ നല്ല വായന, ഞങ്ങൾക്ക് അവിടെ നിന്ന് ഇവിടെ കേൾക്കാം. അപ്പൊ എന്തെങ്കിലും ഒന്നൊരു എല്ലാവരും കാട്ടണേലും ഒന്നുണ്ടാവട്ടെ വെച്ചിട്ട് ഇവരെ അച്ഛൻ്റെ അടുത്തേക്ക് പിന്നെ രാമായണം വായിക്കാൻ പറഞ്ഞു. രണ്ടുപേരും സഹപാഠികളാണത്. എന്നിട്ട് അത് കഴിഞ്ഞപ്പോഴാണ് അത് വന്നപ്പോഴാണ് മഹിളാ സമാജം അവിടെ തുന്ന ക്ലാസ് തുടങ്ങണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവരുടെ ഓപ്പോള് സുശീലോപ്പ പോണ്ട്. അപ്പോൾ അവർക്ക് ഞാൻ ഉണ്ടങ്ങ് പറഞ്ഞായി സുശീലോപ്പിന്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടെ മഹിളാ സമാജത്തിൽ പോയി നോക്കി. അപ്പോൾ അവിടെ തുന്ന ക്ലാസ് ഉണ്ട്. നമ്മുടെ കറുപ്പല്ലേ കറുപ്പേട്ടൻ, അവരുടെ ഞങ്ങളെ ജാനകിയാണ് ഗ്രാമലക്ഷ്മി, അവർ പിന്നെ ഒരു അമ്മാളും ഉണ്ടായിരുന്നു അവരും. പിന്നെ തുന്ന ടീച്ചർ ഒരു ആമിന ഉണ്ടായിരുന്നു, ചെറുകരന്ന് വരണമായിരുന്നു. അങ്ങനെ തുന്നൽ പഠിപ്പിക്കുന്നുണ്ട് അവിടെ. അപ്പോൾ തുന്നൽ പഠിക്കാൻ പോയതാ. ഇവളെ അംഗനവാടിയിലേക്ക് കൊണ്ടുപോയി. അവള് അംഗനവാടിയിലൊക്കെ ഞാൻ അപ്പുറത്ത് തുന്നൽ മാത്രമല്ല അവിടെ മഹിളാ സമാജത്തിൽ കുട്ടികൾക്ക് പാല് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ ഭാർഗവയുടെ കൂടെ കൂടും. അത് വെക്കാനും ഉപ്പുമാ വിളക്കാനും ഒക്കെ കൂടും. അങ്ങനെ അംഗനവാടി വിടുന്നവരെ പിന്നെ വെളിയും കൊണ്ട് പോരും ചെയ്യും. അങ്ങനെയായിരുന്നു. അപ്പോൾ അങ്ങനെ തുന്ന ക്ലാസ്സും അങ്ങനെയൊക്കെ ആയപ്പോൾ ഭാർഗവയ്ക്ക് ഇഷ്ടമായി. പിന്നെ അവിടെ തന്നെ എന്നെ നിർത്തി. തുന്നൽ പഠിക്കൽ കഴിഞ്ഞു. പിന്നെ അവിടെ ക്ലാസ്സും തുടങ്ങി. ജാനകി ഗ്രാമലക്ഷ്മി ആയിരുന്നു. ഗ്രാമലക്ഷ്മി എന്ന കറുപ്പെന്നൊരു പെങ്ങളുണ്ടായിരുന്നു. അവർ ഗ്രാമലക്ഷ്മി അവരാണ് ഇവിടെ വന്ന് ആദ്യം അംഗനവാടിയിലേക്ക് കുട്ടീനെ കുമാരി കൊണ്ട് പോയത്. അപ്പോഴാണ് ഞാൻ അങ്ങോട്ട് വിളിയും കൊണ്ട് പോയതാ. അപ്പോൾ അതാണ് അവിടെ തുന്ന ക്ലാസ്. അവിടെ വന്നപ്പോഴാണ് ഇവിടെ വന്നിട്ട് അങ്ങനെ ആ കുട്ടി വയ്ക്കുമെന്ന് പറഞ്ഞു. അമ്മയ്ക്ക് എന്നെ എവിടേക്കെങ്കിലും എന്ന് പറഞ്ഞാൽ വെച്ചാൽ മതി എന്നായി. രാഷ്ട്രീയത്തിലേക്ക് അങ്ങനെ ഇരിക്കുമ്പോൾ കുറേ ഇതൊക്കെ വന്നപ്പോൾ ഇവിടെ പിന്നെ 68 കേരള മഹിളാ ഫെഡറേഷൻ ഗൗരിയമ്മ സെക്രട്ടറിയായിട്ട് രൂപീകരിച്ചു. അപ്പോൾ തിരുക്കാട്ട് സത്യവതി ടീച്ചർ അങ്ങനെയുള്ളവരൊക്കെ വന്ന് സൗത്ത് സ്കൂളിൽ ഇവിടെ വന്ന് പാർട്ടിയുടെ നേതാവ് ഇ വിജി മാഷ് പിന്നെ കുട്ടിമാൻ പാർട്ടി അല്ലായിരുന്നു, മറ്റേ കൂട്ടത്തിലൊക്കെ ആയിരുന്നു. അവിടുന്ന് ഇ വിജി മാഷ് ഇങ്ങോട്ട് കൊണ്ടുവന്നു. പിന്നെ കുട്ടിമാൻ ഞങ്ങളെ കൊളിച്ചു വിടുന്നു. പിന്നെ ഞങ്ങളെ അങ്ങോട്ട് ഇതാക്കിയിട്ട് ഞങ്ങളൊപ്പം കൂടിയപ്പോൾ പിന്നെ പാർട്ടിയായി കുട്ടിമാൻ. ആദ്യം അങ്ങനെയല്ലേ അറിയുള്ളൂ അവർക്കും. ആ മുതലാളിയുടെ കൂടെ നങ്ങാർമത്താജിയുടെ കൂടെ ആയിരുന്നു. അപ്പം അത് കോൺഗ്രസ് ഇതിൻ്റെ കൂടെ നടന്നു. പിന്നെ നമ്മൾ ഇങ്ങോട്ട് പാർട്ടിയൊക്കെ കൂട്ടിയിട്ട് വന്നപ്പോഴാണ് കുട്ടിമാൻ അങ്ങനെ ഇതായത്. പടത്തിലെ പൂമോത്താണ് തുന്ന ക്ലാസ് തുടങ്ങിയത്. തുന്ന ക്ലാസ് തുടങ്ങിയ ഞാനെല്ലാവരും കുറേ പഠിക്കാൻ മുതൂസിന്നൊക്കെ ഇപ്പം ആർക്കാ ഇന്നിരിയൊക്കെ ഇല്ലേ അവരൊക്കെ ഇങ്ങോട്ട് ദേനെ വന്നായിരുന്നു. ദേനെ ഇറങ്ങി ഒന്നൊക്കെ മുതൂസിന്ന് ഇങ്ങോട്ട് നടന്നിട്ടേ വന്നായിരുന്നു. ഇത് ഇവിടെ തുന്ന ക്ലാസ് ആയിരുന്നു. കുറേ ആൾക്കാർ പഠിച്ചു. അങ്ങനെ സാധാരണ അവനവർക്കൊരു ജാക്കറ്റ് ഉണ്ടാകാനൊക്കെ ആയിട്ടാണ് പിന്നെ പോകും. മുതൂസിന്ന് ഇങ്ങോട്ട് നടന്നിട്ട് വന്നെങ്കിൽ വാരൊരു മാഷുണ്ട്. ആ മാഷും മോള് സാവിത്രി അങ്ങനെയുള്ളവരൊക്കെ വന്നിരുന്നു. രാഷ്ട്രീയത്തിലേക്ക് വന്നത് കാൽവെപ്പ് സെക്രട്ടറി ആയിട്ടല്ലേ? ഇവിടെ അത് പറഞ്ഞില്ല. അത് സൗത്ത് സ്കൂളിൽ വെച്ചിട്ടാണ് ഇ വിജി മാഷാണ് സംഘടിപ്പിച്ചത്. ഇ വിജി മാഷാണെന്ന് ഇവിടെ പാർട്ടിയുടെ അതിൻ്റെ ആള്.
മാഷ് എല്ലാവരെയും വിളിച്ചു കൂട്ടി ഇവിടെ വന്നിട്ടൊക്കെ ആട്ടിത്തൊളിച്ച് കൊണ്ടുപോയി ഈ കോളനിയിലുള്ളവരെല്ലാം കൊണ്ടുപോയി സൗത്ത് സ്കൂൾ നിറയെ ആക്കിയിട്ട് അങ്ങനെ അവിടെ വെച്ചിട്ട് പിന്നെ അത് ഈ കുട്ടിമാനുണ്ട് പിന്നില്ല, അതുകൊണ്ടാണ് അമ്മടെ ചെറിയ ആങ്ങള ആപ്പുവേട്ടൻ പറഞ്ഞ പാർട്ടിക്കാർക്ക് KP ആപ്പു. ആദ്യം എന്താ സ്ഥാനം കിട്ടിയത് പാർട്ടിയില്? ആ പാർട്ടിയിലോ മഹിളയുടെ ആക്കി പെണ്ണല്ലാതെ ആരെയും സെക്രട്ടറി ആക്കുക? സൗത്ത് സ്കൂളിൽ വെച്ചിട്ടുണ്ടാക്കി സത്യ ടീച്ചർ പ്രായം ഈ മഹിളാ അസോസിയേഷന്റെ സെക്രട്ടറി ആയി അന്ന് മഹിളാ ഫെഡറേഷനാണ്. ഫെഡറേഷൻ 68-ലാണേ. 18 വയസ്സായി. 18 വയസ്സ്. 16 വയസ്സിലും കെട്ടുപോയി. പാർട്ടിയുടെ പ്രവർത്തനേ ബ്രാഞ്ച് കൂടും പാതിരയ്ക്ക്. ബ്രാഞ്ച് കൂടും. ആ ഓരോ പാർട്ടി മെമ്പർമാർക്കും ഉത്തരവാദിത്തം ഉണ്ടാവും. ആ ഉത്തരവാദിത്തം ആ പാർട്ടി മെമ്പറാണ് നിറവേറ്റണം. അതാണ് പാർട്ടി. ആണെ പെണ്ണെന്ന് അവിടെ ഇല്ല. അത് അതിന് എൻ്റെ നേതാവിൻ്റെ കുട്ടിമാനും കൂടി ആയിരുന്നു. പിന്നെ പറയണം, നിങ്ങൾക്കൊക്കെ അറിയോ? അത് പാർട്ടി ആകുമ്പോൾ പാർട്ടിയാണ്, കുടുംബത്തിൽ വേറെ വരണം. അതാണ് പാർട്ടി. അതങ്ങനെ ഈ വിജിമാഷൊക്കെ കൂടെ കൊണ്ടുവന്നിട്ട് പാർട്ടി ആക്കിയതാണ്. അവിടെ നിന്ന് കൊടുന്നിട്ടേ പിന്നെ നമ്മൾ പാർട്ടിയൊക്കെ പഠിച്ചു. ഭരണഘടനയും ബാക്കിയൊക്കെ പഠിക്കാതെ അതിൻ്റെ ഒപ്പം നിൽക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ അതൊക്കെ മഠത്തിൽ വന്നിട്ടോ. താഴത്തെ മഠത്തിലാണ് പിന്നെ അവിടെ നിന്ന് കൊടുന്നിട്ട് സംഘം മഹിള ഫെഡറേഷൻ ഉണ്ടാക്കിയത്. ഗോപിയേട്ടനാണ് അതിൻ്റെ ആള്. അന്ന് ഗോപിയേട്ടൻ ഇവിടുത്തെ പാർട്ടി പിന്നെ VP ആണ്. അതുകൊണ്ട് അവര് സിമന്തിൻ ടീച്ചർ മഹിളയുടെ നമ്മുടെ മഹിളാ ഫെഡറേഷൻ്റെ പ്രസിഡന്റായിരുന്നു. പഞ്ചായത്തിൻ്റെ ഇവിടുത്തെ കേട്ടോ. അതൊക്കെ ഉണ്ടാവണം കേട്ടോ. സിമന്തിൻ ടീച്ചർ സിമന്തിൻ ടീച്ചർ ഞാനായിരുന്നു ഇവിടെ. സിമന്തിൻ ടീച്ചർ പ്രസിഡന്റും ഞാൻ സെക്രട്ടറി ആയിരുന്നു. ഞാനും ടീച്ചറും കൂടെ എങ്ങോട്ടും പോവുക. അവിടെ എന്നെ ഉള്ളൂ. ഇനി വേറെ ആരും ഇതാവില്ല. ഞങ്ങളെപ്പോലെ ഇപ്പോൾ ഇങ്ങനത്തെ ആൾക്കാരുണ്ടോ? ഒക്കെ തറവാട്ടുകാരല്ലേ. തറവാട്ടുകാർക്ക് ഒന്നും ഇറങ്ങാൻ പറ്റില്ലല്ലോ, പറഞ്ഞയക്കില്ലല്ലോ കാരണന്മാർ. അങ്ങനെയല്ലേ. ഞങ്ങൾ പിന്നെ അതൊന്നും ഇല്ലാത്തവരല്ലേ രണ്ടാളും. എൻ്റെ അച്ഛന് പിന്നെ പാർട്ടി ഇഷ്ടമാണ്. ഞാൻ അച്ഛൻ്റെ കൂടെയാണ് ആദ്യം പിന്നെ ഒരു മെദിന റാലിക്കൊക്കെ അന്ന് ഞാൻ പോയില്ല, കുമാരിയെ പോയത്. അവള് 4 വയസ്സുള്ളപ്പോൾ പോയിരുന്നു. അങ്ങനെ തങ്കമണിയത്തെ പിന്നെ ജീവിതകാലം മുഴുവൻ ഈ പാർട്ടിയായിട്ട് കുടുംബം നോക്കി ഒക്കെ ഒരുമിച്ച് കൊണ്ടു നടക്കുകയായിരുന്നു. ഇപ്പോഴും പാർട്ടിയുടെ എല്ലാ ആവശ്യത്തിനും എല്ലാ രംഗത്തും ഉണ്ട്. പാർട്ടി പ്രതിനിധിയൊക്കെയാണ്. അങ്ങനെ ആയിരിക്കുമ്പോൾ ഈ പാർട്ടിയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള നേട്ടങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ അനുഭവങ്ങൾ? ഒരു ആക്സിഡന്റ് പണ്ടുണ്ടായി. ആ ആക്സിഡന്റിലൊക്കെ നിങ്ങൾ പറയുന്നു കേട്ടിരുന്നു ഞാൻ. പാർട്ടി അവരെ കുടുംബത്തെ എന്താ വെച്ചാൽ ആർക്കും പറ്റാത്ത ഒരു അവസ്ഥയിൽ നല്ല രീതിയിൽ ശ്രദ്ധിച്ചിട്ടുണ്ടെന്നൊക്കെ. അതിന്റെയൊക്കെ ഒരു ഓർമ്മ പറയൂന്നാൽ. പാർട്ടി നമ്മൾ ആക്സിഡന്റ് സമരത്തിന് പോയപ്പോൾ ആക്സിഡന്റ് ആയതൊക്കെ ഓർമ്മയുള്ളൂ. പിന്നെ നമ്മൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ്. അത് മറ്റേ കണ്ണോട്ടൻ അവിടെ ഉണ്ട് വന്നിട്ട് ബസ് മുട്ടിയിട്ടൊക്കെ ഞാൻ ആ സാരി, ഒരു ചുവപ്പ് സാരി തന്നെയായിരുന്നു അങ്ങനെ ഇട്ടിട്ട് അങ്ങനെ അങ്ങെത്തോളം ഛർദ്ദിക്കുക. പക്ഷെ എല്ലാവർക്കും അറിയില്ല. ഞാനൊന്നും ഉണ്ടായില്ല. ബ്ലഡ് താത്തയ്ക്ക് ഇറങ്ങിയിട്ടാണ് ഛർദ്ദിച്ചിരുന്നത്. പക്ഷെ എല്ലാവരും അബദ്ധാവസ്ഥ അങ്ങനെയൊക്കെ അതൊന്നും ഉണ്ടായിരുന്നില്ല. മെഡിക്കൽ കോളേജിൽ അങ്ങറ്റം മറ്റേ നമ്മുടെ മൂസക്കുട്ടി ഉണ്ടായിരുന്നില്ലേ പെരുന്തവണ്ണത്തെ, അങ്ങറ്റം വെള്ളമല്ലേ കൊടുക്കുക. അവിടെ എത്തുമ്പോഴേക്കും എൻ്റെ ഇവിടുന്ന് അങ്ങറ്റം ചോപ്പായി. പിന്നെ മെഡിക്കൽ കോളേജിൽ ആദ്യം കൊണ്ട് ഷർട്ട് എടുക്കാൻ പോയാൽ എന്നെ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്തിട്ടോ. അപ്പം അങ്ങറ്റം ഛർദ്ദിക്കുമായിരുന്നു. അതെന്താ വെച്ചാൽ ഇത് എവിടെയൊക്കെ മുട്ടിയിട്ടേ എവിടെ മുട്ടിയ സ്ഥലം എന്താണ് ഇത് മൂക്കിൻ്റെ ഇത് മുട്ടിയാൽ പിന്നെ ഇങ്ങോട്ട് ഇറങ്ങല്ലേ, പിന്നെ വൈകിട്ട് പോയിട്ട് ഇങ്ങോട്ട് ഇറങ്ങല്ലേ. ഈ ഞാൻ ഇവിടെയൊക്കെ പൊട്ടിക്കല്ലേ, ഇവിടെ പൊട്ടി ഇത് ഇങ്ങനെ അങ്ങോട്ട് പോകുന്നു. ഈ കണ്ണ് ഇങ്ങനെ പോകുന്നു. അതുകൊണ്ട് ഈ കണ്ണിന് പറ്റിയില്ല. ഇവിടെയാണ് ആ വണ്ടിയുടെ സീറ്റിൻ്റെ ഇത് തട്ടിയതേ. ആ മറ്റേ ഡ്രൈവറുടെ ബാക്കിൽ നിൽക്കാറുണ്ട്. ഞാൻ കൊണ്ടുപോയി പെണ്ണുങ്ങളൊക്കെ ഇരുത്തിയിട്ട് ഞാൻ നിൽക്കല്ലായിരുന്നു. അപ്പോൾ അതിൽ ഇവിടെ തട്ടിയതാണ്. അപ്പോൾ അതാണ് ഈ റൗണ്ട് ഇവിടെ പളിങ്ങിന്നു. ഇവിടെ സ്റ്റിച്ചൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ എല്ല് പളിങ്ങിന്നു. ഇത് ഇങ്ങനെ ഇടാണ്ട് ഈ കണ്ണിന് വിഷം പണിക്കൊന്നും പറ്റിയില്ല. ഇത് ശരിക്കും റൗണ്ടിൽ ഇത് ഇങ്ങോട്ട് പോന്നു. അതുകൊണ്ട് ചില്ലൊന്നും ഇതിലേക്ക് കെട്ടിയില്ല ഉള്ളിലേക്ക്. എൻ്റെ ഭാഗ്യം. ഭാഗ്യം ഉണ്ടായിട്ടുള്ളൂ. പിന്നെ അന്ന് പ്രധാനപ്പെട്ടവരൊക്കെ വന്നു എന്നൊക്കെ പറഞ്ഞു. എല്ലാവരും വന്നു. ഇമ്പിച്ചിയാവ, സേതാലിക്കുട്ടിയാക്ക, സംസ്ഥാനത്തും ഗൗരിയമ്മ, സുശീല ഗോപാലൻ, സർവ്വ നേതാക്കളും. ഞാനന്ന് മഹിളാ ഫെഡറേഷൻ്റെ സംസ്ഥാന കമ്മിറ്റിയാണ്, മലപ്പുറത്തെ ജില്ലാ സെക്രട്ടറിയാണ്. അപ്പോൾ ആ രീതിയിൽ ഗൗരിയമ്മ, സുശീല ഗോപാലൻ, പാർട്ടിയുടെ സംസ്ഥാനത്തുള്ള ഇവരെക്കാൾ അധികമൊന്നും വേറെ ആരും ഇല്ലല്ലോ. എൻ്റെ ഗൗരിയമ്മ അല്ല ഗൗരിയമ്മ വന്നിട്ട് ഇതന്നെ ഇവള് അതിൻ്റെ മുമ്പ് സുഖമായപ്പോഴും വന്നു, ഇതന്നെ ഇവള് ഏത് നേരെ ഇരിക്കായിരുന്നു ജാഥയിലൊന്ന് അങ്ങനെയൊക്കെ പറയായിരുന്നു. നല്ല അടുപ്പം ഉണ്ടായിരുന്നു. ഇപ്പോഴും അടുത്ത് വന്ന് അന്ന് വന്നപ്പോഴും കൂടി ഞാൻ ലാസ്റ്റ് വന്നപ്പോഴും കൂടി കാണാൻ പോയി. അതൊക്കെ തന്നെയാണ് നേട്ടങ്ങൾ. നമ്മുടെ സഖാവ് EMS പിന്നെ എപ്പം ഞാൻ ഇലങ്കുളത്ത് അവർ കാഞ്ഞശ്ശേരി മനക്കിൽ വരുമ്പോഴും പോവുമായിരുന്നു. പത്തായപ്പരയിൽ അവിടെ നിന്ന് വരിക. ഞാനവിടെ വേറെ ഒരിതും കൂടി ഉണ്ട്, അവിടെ തുടർ പഠിപ്പിക്കുന്നില്ല അങ്ങനെ ഉണ്ടായിരുന്നു അവരുടെ വേണോട്ടൻ്റെ ഭാര്യയ്ക്ക്. അങ്ങനെ ആകുമ്പോൾ അവിടെ ചെല്ലും വരും. അപ്പോൾ ഞാനും മേലെ ചെന്നിട്ട് വർത്താനൊക്കെ പറയാം. വരും ഇരിക്കുമെന്ന് പറഞ്ഞിട്ട് വർത്താനൊക്കെ പറയും. പിന്നെ വേണോട്ടൻ ഇവരൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെ പിന്നെ
ഇവിടെയൊക്കെ ചെല്ലുമ്പോഴും നമ്മുടെ പാർട്ടി ഹൗസിൽ പൊതുയോഗങ്ങൾക്കൊക്കെ വരുമ്പോൾ നമ്മൾ അവിടെ ഇരിക്കുമ്പോൾ അപ്പോഴും കണ്ടാലറിയും. അതാണ് ആദ്യം ഇവിടുന്ന് കണ്ട. അതുപോലെ തിരുവനന്തപുരത്ത് പിന്നെ അങ്ങനെ വീട് വെച്ചിട്ട് അങ്ങനെ പോയിട്ടില്ല. അവർ ഉള്ളവർ വീട്ടിലേക്കൊന്നും പോയില്ലേ. പിന്നെ സെൻറ്ററിൽ ചെല്ലുമ്പോൾ അങ്ങനെയൊക്കെ. പിന്നെ അവിടെ വലിയ ഇതല്ല. അപ്പം നമ്മൾ പിന്നെ അങ്ങനെ പോയില്ല. അത്രയേ ഉള്ളൂ. ഇപ്പോഴും ആ EMSന്റെ കുടുംബമായിട്ട് കുടുംബമായിട്ട് നല്ല ഇവിടെ ബന്ധമുണ്ട്. EMSന്റെ ഇന്നാള് ഞാൻ അനിയൻ കണ്ടല്ലോ രാധു ചേച്ചിയുടെ കൂടെ ഫോട്ടോ ഒക്കെ. രാധു ഉണ്ട്, ചേച്ചി ഉണ്ട്, ഉണ്ട്. ഏറ്റവും അടുത്ത സുഹൃത്താണെന്നൊക്കെ ആണ്. പറയും. ആ. അതൊക്കെ എങ്ങനെയാ ആ അനുഭവം എന്ന് അത് പറഞ്ഞേ. രാധയെടുത്ത് EMSന്റെ മകളാണെന്നുള്ളതുകൊണ്ട് അവർ വരുമ്പോൾ ഇവിടെ EMSന്റെ ഏട്ടന്റെ വീടാണ് കാഞ്ഞിരശ്ശേരി മന, വേണുവേട്ടനും അനിയേട്ടനും. അവിടെ വരുമ്പോൾ ഞാൻ അവിടെ ഉണ്ടാവും. അവിടെ പിന്നെ വേണുവേട്ടന്റെ ഭാര്യയ്ക്ക് തുന്നൽ പഠിപ്പിക്കും. അപ്പൊ അതിന്റെ മുകളിൽ ഞാനുണ്ടാവും. ഇപ്പോഴുള്ള അപ്പു ഞാൻ എടുത്തിട്ടാണ് ഇവരൊക്കെ വരുമ്പോൾ അവിടെ ഉണ്ടാവും. അങ്ങനെ ഇറങ്ങി വന്ന് പത്തായപ്പുരയിൽ പോയിട്ട് EMSന് അപ്പോൾ എന്തായിട്ട് പറയും. അങ്ങനെയൊക്കെ ഇവിടെ പത്തായപ്പുരയിൽ ഇവിടുന്ന് ഇറങ്ങി പോയിട്ട് അവിടെ പോയിട്ട് കാണും. ആ സമയം നോക്കിയിട്ട് ഞാനപ്പോൾ രാവിലെ പോയിട്ട് വൈകുന്നേരം വരെ അവിടെ തന്നെ ഉണ്ടാവും. മറ്റേ ഒരു തുന്നൽ പഠിപ്പിക്കുമോ അങ്ങനെ ഞാൻ ആഴ്ചയിൽ. അപ്പൊ ഈ അപ്പു ഇപ്പം പ്രശാന്തില്ലേ എന്നെടുത്തുകൊണ്ട് ആയിരുന്നു. അന്നത്തെ കാലത്ത് ആ. ചെറുപ്പമാണ് തങ്കമണിയെടുത്തേക്ക്. ആ സമയത്തും ഏത് രാത്രിയും ഒറ്റയ്ക്ക് നടന്നു വരാനും അല്ലെന്നുണ്ടെങ്കിൽ ആരോടും എന്താണെന്ന് ചോദിക്കാനുള്ള ഒരു ധൈര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ജീവിതം നല്ല സന്തോഷത്തില് പോവാൻ കഴിഞ്ഞു. ഒരാള് നമ്മളെ ഒരു തരത്തിലും ഉപദ്രവിക്കാനോ ഒന്നിനും തന്നെ തയ്യാറായിട്ടില്ല. പക്ഷെ കുടുംബ പശ്ചാത്തലവും പിന്നെ പാർട്ടിയുടെ അതൊക്കെ ആലോചിച്ച് വിവാഹ ജീവിതമോ അങ്ങനെയുള്ളത് വേണ്ട. അച്ഛനും അമ്മയ്ക്കും സുഖമില്ലാത്ത കാരണം പാർട്ടിയിൽ രംഗത്ത് ഇറങ്ങുന്നുണ്ട്. അങ്ങനെയാണ് ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്. ഇപ്പോഴും പാർട്ടിയുടെ ഒപ്പം ഉണ്ട്. ഈ പാർട്ടിയുടെ ഒപ്പം നിന്ന് പാർട്ടി എന്താന്ന് മനസ്സിലാക്കി പാർട്ടിയുടെ ഇതായാലും നിൽക്കൊണ്ടാണ് എനിക്ക് ഇത്ര ധൈര്യവും കാര്യങ്ങളും വന്നത്. അത് നമ്മൾ ശരിയാണെങ്കിൽ ഒരു ഏത് പാതിരയ്ക്ക് പോയാലും ഒരു ഇതാണെങ്കിലും ഒന്നും വരില്ല. 8 മണിക്കും 9 മണിക്കും ചെറുകര അന്നൊന്നും ഇങ്ങോട്ട് ബസ്സില്ലല്ലോ. ഒരു GMS ആ ബസ് പോന്നാലും, കാരണം ജില്ലാ സെക്രട്ടറി ആയിരുന്നു, ഓരോ താലൂക്കിൽ പോയിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് എത്തണ്ടേ. തിരൂരിൽ നിന്നൊക്കെ ഓരോ ബസ് കിട്ടണമെങ്കിൽ അത് എത്ര ബസ് കയറിയിട്ട് പെരിന്തൽമണ്ണ എത്തിയിട്ട് വേലുവട്ടൻ്റെ കടയുടെ മുമ്പിൽ നിൽക്കുക. അവിടെ നിന്നിട്ട് ആ ലാസ്റ്റ് 9:30 ഒരു GMS ഉണ്ട്. അതിങ്ങനെ താങ്ങി വലിച്ച് പോരും. അത് ഇവിടെ എത്തുമ്പോഴേക്ക് 10-10:30 എങ്ങോട്ട് പോന്നാൽ ചെറുകര നടക്കണ്ടല്ലോ. എന്നിട്ട് ഇവിടെ വന്ന് ഏലംകുളത്ത് വന്നിട്ട് ഇങ്ങനെ നടന്നു പോരും. ഒന്ന് ഇവിടെ സ്റ്റോപ്പും ഈ റോഡൊന്നും ഇല്ല അന്ന്. അങ്ങനെ ഇതിന് മനസ്സാല ഇതിൽ തന്നെ പോരും. അപ്പൊ ആ ബസ് ഇറങ്ങിയിട്ട് ഇങ്ങനെ പോരുമ്പോൾ കുറച്ച് ആൾക്കാർ പെരുന്തോണങ്ങാടി കൂട്ടിയിട്ട് പോരുന്ന കുറച്ച് ആൾക്കാർ പാലത്തോൾക്ക് മുതൂസിയൊക്കെ ഉണ്ടാവും. അപ്പൊ ഈ വാൻസാല വരെ ആൾക്കാർ ഉണ്ടാവും. ഇവിടെ എത്തിയപ്പോൾ പറയും അമ്മ ഇതുവരെ ആൾക്കാരുണ്ടായിരുന്നു പറയും അമ്മോട്. ഞാൻ ഇതുവരെ ഉണ്ടായിരുന്നു പറയും അച്ഛനോട് അമ്മോടൊക്കെ. അച്ഛന് പിന്നെ അറിയാം അമ്മയിലിങ്ങനെ വീട്ടിലിരിക്കുന്ന ആള്. അപ്പൊ പിന്നെന്താ. അല്ല പാർട്ടി കാരണം നമ്മള് അത് പഠിച്ചു വെച്ചു. എന്താണ് നമ്മള് പിന്നെ ആണായാലും പെണ്ണായാലും ആരാണെന്ന് വെച്ചാൽ ഞാനിടാന്ന് പറയാൻ പറ്റണം. അതെന്താ ആ ധൈര്യം പഠിച്ചു പാർട്ടിയിൽ വന്നിട്ട് തന്നെയാണ് അതൊക്കെ പഠിച്ചത്. അതിന്റെയൊക്കെ ഒരു തരം അച്ഛനാണ് ഒന്നാമൻ. അച്ഛനാണ് ഞങ്ങൾ ആദ്യം എല്ലാ പ്രകടനത്തിനും ജാഥയ്ക്കും കൊണ്ടുപോയിട്ടുള്ളത്. എൻ്റെ അച്ഛനടക്കം അച്ഛൻ്റെ അമ്മയും ഇതാക്കിയിട്ട് അന്ന് ചുമരിന്റെ വേല വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങി കൊടുന്ന് വെച്ചു കൊടുത്തിട്ട് അമ്മോട് പറഞ്ഞിട്ട് അച്ഛൻ പോവുക EMS വരുന്നുണ്ടോ എന്ന് കേട്ടിട്ട് എവിടേക്ക് നിലമ്പൂര് ആ ഭാഗത്താ വരിക അങ്ങോട്ട്. അന്ന് ഇത്ര പേരൊന്നും ഉണ്ടാവില്ലല്ലോ വീടിന്. അങ്ങനെ നടന്നാണ് പോവുക EMSനെ കാണാൻ, തമ്പുരാനെ കാണാൻ പോവുക. അങ്ങനെ പോയാണ്. അപ്പൊ അച്ഛൻ്റെ മക്കളല്ലേ. അതിന് വിരോധമൊട്ടും പറയില്ല. നല്ല സന്തോഷം ഉണ്ടായിരുന്നല്ലോ. ആ കാലത്ത് എനിക്കൊരു ആക്സിഡന്റ് ആയില്ലേ, 77 ആക്സിഡന്റ് ആയി. എനിക്ക് അന്ന് 27 വയസ്സാ. അപ്പൊ കല്യാണം ഒക്കെ അങ്ങനെ ആലോചിച്ച് അങ്ങനെ വന്നിട്ടും പോയിട്ടും പോയി ഞാൻ അങ്ങനെ ഇതാവും. പിന്നെ അച്ഛന് അത്ര ക്ഷേണം ഇല്ലാണ്ട്, കാരണം ഈ സുഖമില്ലാതെ ആയപ്പോഴേ പിന്നെ ഈ ഇഷ്ടത്തിന് പിന്നെ കുട്ടിമാനല്ലേ അവരെന്നെ കല്യാണം കഴിച്ചിട്ടില്ലേ. പിന്നെ അവർക്ക് എത്ര എൻ്റെ അച്ഛനും അമ്മയ്ക്ക് നോക്കണം, അതിന് വേറെ ആരുമില്ല. അതൊക്കെ എൻ്റെ നിർബന്ധമാണ്. എൻ്റെ അമ്മയെ നോക്കണം, എനിക്ക് നോക്കണം. അത് എൻ്റെ ഇതുകൊണ്ട് ചെയ്യാം. അതിനൊക്കെ താല്പര്യമുള്ളവരുണ്ടാക്കും. മതിയില്ലെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നും നിർബന്ധമൊന്നുമില്ല. ഞാനും പറഞ്ഞല്ലോ എന്താ അച്ഛനും അമ്മയും അനിയത്തിക്ക് അല്ലെങ്കിൽ കഴിയില്ലല്ലോ. അനിയത്തി നന്നായി പഠിപ്പിച്ചു നല്ലൊരു നിലയിലെത്തി വിവാഹം കഴിച്ചു കൊടുത്തു. ഒക്കെ ഈ തയ്യൽ ജോലി കൊണ്ട് അതന്നെയാണ്. അതൊരു നേട്ടം തന്നെ. അത് തന്നെ. അല്ലെങ്കിൽ ഞാനങ്ങുന്നത് അല്ലെങ്കിൽ അനിയത്തിയുടെ ഈ കുടുംബത്തിന്റെ ഈ വീടിന്റെ സ്ഥിതി എന്താ അതൊക്കെ എല്ലാവർക്കും അറിയാം. കുമാരിക്കും അറിയാം, ഒക്കെ അറിയാം. അതിനൊന്നും ആർക്കും ഒരു പ്രശ്നമില്ല. CPM-ന്റെ ഒരു മെമ്പർ ആയിരുന്നല്ലോ. പിന്നെ കുട്ടിയെടുത്തോട് ഞങ്ങൾ എപ്പോഴും ചോദിക്കും, എനിക്ക് എൻ്റെ പാർട്ടിയാണ് വലുത്. അത് എനിക്കൊരു അനുഭവം കൂടി ഉണ്ടായിട്ടുണ്ട്. കുട്ടിയെടുത്തിട്ട് ചെറിയമ്മ മരിച്ച സമയത്ത് ഇലക്ഷൻ്റെ വർക്കാണ്.
ആ സമയത്താണ് ഫോൺ വരുന്നത്. ആ ഫോൺ വന്നപ്പോൾ എൻ്റെ ചെറിയമ്മ മരിച്ചു. പക്ഷേ അവിടെ പതറാതെ ആ ഉദ്ഘാടനം കഴിയുന്നത് വരെ അവിടെ ഇരുന്നിട്ടാണ് കണ്ണിൽ നിന്ന് ഇങ്ങനെ ആ ദുഃഖം വരുന്നുണ്ടെങ്കിൽ പോലും അതെൻ്റെ പാർട്ടി എന്നുള്ള വിശ്വാസത്തിലാണ് അവിടെ ഇരുന്നത്. എൻ്റെ ഒരു അനുഭവം പറഞ്ഞു, ഞങ്ങൾ ഒരുമിച്ചാണ് നടന്നത്. അപ്പം ആ ഇത്രയും കഷ്ടപ്പെട്ട് ഈ പാർട്ടിയിൽ CPM വേണ്ടി പ്രവർത്തിച്ച് ഞങ്ങൾ ഏതെല്ലാം സ്ഥാനത്ത് രാഷ്ട്രീയപരമായിട്ട് അതേപോലെ നമ്മുടെ രാഷ്ട്രീയ ഏതെല്ലാം സ്ഥാനം വഹിച്ചു എന്നുള്ളതൊന്ന് പറഞ്ഞു തന്നു. ജനകീയ ആസൂത്രണം വന്നതിന് ശേഷം പിന്നെ ഇലക്ഷൻ അങ്ങാടിപ്പുറം ഡിവിഷനിൽ മത്സരിച്ച് ജില്ലാ പഞ്ചായത്ത് മെമ്പറായിട്ട് വന്നു. 5 വർഷം 5 വർഷം. 5 വർഷമല്ലേ? അത് കഴിഞ്ഞിട്ട് ബ്ലോക്കിലും വന്നു. പിന്നെ ഞാൻ ഇറങ്ങി ആ കാലഘട്ടത്തിലേക്കാൾ കൂടുതൽ സ്ത്രീകൾക്ക് പുറത്തിറങ്ങാനുള്ള സൗകര്യങ്ങളും എല്ലാ ഇതുകളും സമൂഹത്തിലും എവിടെയും നല്ല സ്ഥാനം. പക്ഷെ സ്ത്രീകൾ പുറത്തേക്ക് ഇറങ്ങണില്ല വേണ്ടത്ര. പക്ഷെ ഇനിയും ഇറങ്ങേണ്ടതുണ്ട്. നല്ല ഈ പൊതുപ്രവർത്തനത്തിലേക്ക് ഇറങ്ങി എന്നാലാണ് സ്ത്രീകളുടെ കാര്യങ്ങൾ എല്ലാം നമുക്ക് സംരക്ഷിക്കാൻ കഴിയുള്ളൂ. നമ്മളുടെ കേരളം വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ വളരെ പുരോഗമനത്തിലാണെന്ന് പറയുന്നത്. പക്ഷെ ഇപ്പോഴും നമ്മളുടെ നാട്ടില് സ്ത്രീകൾക്ക് ഒരു സുരക്ഷ ഉണ്ടോ? വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലൊക്കെ മുൻപന്തിയിലാണെങ്കിലും സ്ത്രീധനം, പീഡനം ഇതൊക്കെ കൂടി വരികയല്ലേ? കുട്ടികളിൽ പോലും അങ്ങനത്തെ ഒരു കാലഘട്ടമാണ്. അതിനെപ്പറ്റി നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ഇതിനെപ്പറ്റി പറയാനുള്ളത്, പണ്ടത്തെ പോലെ സ്ത്രീകൾ ഇത് എങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലാക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പെൺകുട്ടികളെ അതിന്റെ രീതിയിൽ നമ്മൾ വീട്ടുകാരും അതിനനുസരിച്ച് പിന്നെ വീട്ടിൽ നിന്ന് ഉള്ളത് കൊടുക്കണം. എൻ്റെ അച്ഛൻ ഒരു ഇതും ഇല്ലെങ്കിലും അച്ഛൻ പിന്നെ ഇത്രേ പറയുള്ളൂ, ഞാൻ ഇത്രേ പറയുള്ളൂ, നിങ്ങൾ എല്ലാ കാര്യങ്ങൾക്കും അവനവൻ്റെ കാര്യം അവനോ നോക്കണം, ഇങ്ങനെയൊക്കെയാണ് സമൂഹം എന്നൊക്കെ പറഞ്ഞു തരും അച്ഛനും അമ്മയും. അതുകൊണ്ട് അവർക്ക് നമ്മൾ നല്ല വിശ്വാസമായിരുന്നു. ഞാൻ എവിടെ പോയാലും ഇപ്പോൾ ഈ ഫോൺ ഉണ്ടായിരുന്നില്ല, അത് വല്ലാത്തൊരു കുഴപ്പമായിരുന്നു. ഞാൻ ജില്ലാ പഞ്ചായത്ത് എവിടെ എൻ്റെ അമ്മയ്ക്ക് തലക്കുമ്പത്ത് ഫോൺ വെച്ച് കൊടുത്ത് പോയത്, ജില്ലാ പഞ്ചായത്ത് അവിടേക്ക് വേഗം കിട്ടിയതേ, നിങ്ങളുടെ അവിടെ വെച്ച് കൊടുത്ത് പോയത്. അപ്പോൾ പോണോടത്തൊരു സമാധാനം ഉണ്ടാവില്ലല്ലോ പെണ്ണുങ്ങൾ അങ്ങനെ. പക്ഷെ എനിക്ക് പോണോടത്ത് നല്ല സംരക്ഷണമായിരുന്നല്ലോ അന്ന്. പാർട്ടി ഇവിടുന്ന് മുതലേക്ക് എവിടെ പോയാലും മലപ്പുറത്തുനിന്ന് വിളിക്കും, ഇവിടുന്ന് വിളിക്കും, ഇന്നാൾ എന്നെ വരുന്നുണ്ട്, അവിടെ പാർട്ടി ഹൗസിൽ റെഡി ആവണം. ഇപ്പം ഞാൻ ആക്സിഡൻ്റ് ആയിട്ട് പോയിട്ടുണ്ട്, ഇവിടുന്ന് വണ്ടി പുറപ്പെട്ടപ്പോഴേക്ക് മെഡിക്കൽ കോളേജിൽ നിറയെ പാർട്ടിക്കാരെല്ലാം. പെൺകുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ളത്, നമ്മൾ സ്വന്തം കാലിൽ നിൽക്കാൻ എന്ത് മാർഗ്ഗമാണെങ്കിൽ എന്നാൽ വല്ല മാർഗത്തിന് പോകരുത്. നമ്മൾ അധ്വാനിക്കുക, പഠിച്ചിട്ടുണ്ടെങ്കിൽ ജോലി എന്തെങ്കിലും നേടുക, അത് നമ്മളെ ആ സത്യസന്ധമായിട്ടുള്ള ജീവിതം നയിക്കുക. പിന്നെ ബാക്കി കുടുംബത്തിലൊക്കെ നല്ല രീതിയിൽ നിന്നാൽ എന്താ ഇപ്പോൾ പെണ്ണുങ്ങൾക്കാണ് കൂടുതൽ പുറത്താണെങ്കിലും അകത്താണെങ്കിലും സ്വാതന്ത്ര്യമുള്ളൂ. ഇപ്പോഴത്തെ കാലത്ത് എല്ലായിടത്തും നല്ല സ്വാതന്ത്ര്യം. ഇപ്പോഴത്തെ ആണുങ്ങളും പെണ്ണുങ്ങളും കുഴപ്പമില്ല എന്നൊക്കെ തോന്നണം. അതാണല്ലോ, ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ അത് അന്നത്തെ കാലത്തും ഉണ്ടാവും, ഇന്നും ഉണ്ടാവും. പക്ഷെ സ്ത്രീകൾക്കൊക്കെ കാരണം നല്ല വിദ്യാഭ്യാസം ഉണ്ട്. പക്ഷെ നമ്മളെ സ്ത്രീകൾ കുറേ ആൾക്കാരൊന്നും അത് ഉപയോഗിക്കില്ല. വീട്ടിലേക്കാണ്ട് ഒതുങ്ങി എപ്പോഴും കെട്ടിയൻ്റെ കീഴിലാന്നുള്ളൊരു ധാരണയാണ്. അല്ലാതെ എന്താ, ഞാൻ ആരാന്ന് അവനവനക്ക് വേണ്ടേ, എന്നെങ്കിലേ അത് ഇതാവുള്ളൂ. അതാണ് സ്ത്രീയാണ്. സ്ത്രീ മനസ്സിലാക്കണമില്ല. അതാണ് ഞാനാരും രണ്ടൊപ്പത്തിനൊപ്പമല്ല. കൂടുതൽ പെണ്ണുങ്ങൾക്ക് ശമ്പളം ഉണ്ടെങ്കിലും വരുമാനം ഉണ്ടെങ്കിലും വീട്ടിൽ വന്ന് മുഴുവൻ പണി പിന്നെ ബന്ധത്ത് മുഴുവനും കേൾക്കണമായി നിൽക്കണോ? അത് അങ്ങനത്തെ സ്ത്രീ ധാരാളം ഉണ്ട് ഇപ്പോഴേ. എന്താപ്പോ അകത്ത് കയറിയ ആണുങ്ങൾ വേറൊന്നാ, വീട്ടിൽ വന്നാലേ ഭാര്യ എന്തോ ഒന്നാണ്, ഭർത്താവ് അങ്ങനെ ദുർലഭട്ടോ മിക്കവാറും. അല്ല, കുറെയൊക്കെ മാറിയിട്ടുണ്ട്. പക്ഷെ ചിലവരെപ്പോഴും ഈ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വെളുത്തിട്ടാവും, അതിന്റെ ഉള്ളിലേക്ക് കയറിയ വേറെ ആവും. അതാണ് അതൊരു തന്നെയാണ് ഇപ്പോഴും. കാരണം അതിനൊക്കെ നമ്മുടെ സ്ത്രീകളുടെ സംഘടന നന്നായിട്ട് പറയണം. പതിവൊക്കെ വിളിച്ചിട്ട് കൺവെൻഷനും പെണ്ണുങ്ങളെയൊക്കെ വിളിച്ചുകൂട്ടിയിട്ട് ഇപ്പോഴും ഉണ്ടാവും നമ്മൾ സ്വകാര്യമായിട്ട് സ്ത്രീകളുടെ മീറ്റിംഗ്. ഇപ്പം എവിടെ അതുള്ളത്? നമ്മൾ 10 പെണ്ണുങ്ങളെ കൂട്ടിയിട്ട് ഓരോ 10 വീട് കൂട്ടിയിട്ട് കൂട്ടിയായിരുന്നു പെണ്ണുങ്ങളെ. എന്നാലല്ലേ ഇവർക്ക് എന്താണ് ഈ സ്ത്രീകളുടെ എന്തിനാ ഈ സംഘടന എന്ന് മനസ്സിലാവുള്ളൂ. സ്ത്രീകളുടെ വേദികള് കൂടുതൽ വനിതാ വേദി വേണമെന്നില്ല. ഏത് വേദികളാണെങ്കിലും സ്ത്രീകൾക്ക് ഈ ജാതി കാര്യങ്ങൾ പഠിപ്പിക്കണം. നമ്മളുടെ അവകാശം എന്താന്നുള്ളത്. അതെ. ഇപ്പോഴും ആണുങ്ങള് എത്ര വിദ്യാഭ്യാസം, എത്ര ജോലിയും, എത്ര ഇതുള്ളവരായിട്ടും കാര്യമില്ല, അത്തക്കിന് കയറിയ വേറെ ജോലിയാവും. എല്ലാവരും ഞാൻ പറയണില്ല, ഇപ്പോഴും അങ്ങനെ ധാരാളണ്ടേ. ഈ വെളുത്ത് പുറത്തേക്ക് കാണിച്ച് തിരിച്ചും പോലെ അത്തക്കാണ് കയറി. ജീവിതകാലം മുഴുവന് നമ്മള് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചു. കുടുംബത്തിലെ അച്ഛനും അമ്മയ്ക്കും അനിയത്തെയും നല്ല നിലയിൽ എത്തിച്ചു. ഇപ്പോ ഒറ്റയ്ക്ക് ആയപ്പോ അവരിൽ നിന്നൊക്കെ സഹായം ലഭിക്കുന്നുണ്ടോ? ഒറ്റപ്പെടൽ അനുഭവപ്പെടുന്നുണ്ടോ? എങ്ങനെയാണ് ഇപ്പോഴത്തെ അവസ്ഥ? സന്തോഷം തന്നെയല്ലേ? അതെ, സന്തോഷാണ്. പക്ഷെ അനിയത്തിയും പിന്നെ ഭർത്താവും മക്കളൊക്കെ എന്നെ കൂടെ അടിയിൽ കൂടെ കൊണ്ടുപോകാനാ നിക്കണത്. ഇപ്പോഴും പറയും ഞാൻ അവിടെ പോയി നിൽക്കാത്തോണ്ടാ. കുട്ടികൾ അവിടെ നിൽക്കാൻ പറ്റില്ലെങ്കിൽ അവര് താമസിക്കുന്ന ബാംഗ്ലൂർക്കൊക്കെ പോരാൻ പറയുന്നുണ്ട്.
പക്ഷെ എനിക്ക് അങ്ങനെ പോണത് ഇഷ്ടമല്ല. നമ്മുടെ നാടും നമ്മുടെ പരിസരവും നമ്മുടെ പാർട്ടി ആൾക്കാരും പാർട്ടിയും ഇവിടെയല്ലേ അത് നടക്കുള്ളൂ. അപ്പൊ അത് വൈകിട്ട് കാലം മുഴുവൻ ഇവിടെ ഉണ്ടാവും, അവിടെയും പോകും. അപ്പൊ ഞാൻ 2-3 ദിവസം അവിടെ ആയിരുന്നു. കഴിഞ്ഞപ്പോ തിങ്കളാഴ്ച വന്നു. ഇനി കുറച്ച് ദിവസം ഇവിടെ ഇതാവും. പിന്നെ കുമാരി എന്തിനാ പോകണമെന്ന് പറയും. ഞാൻ 2 ദിവസം അവിടെ പോയിട്ടൊക്കെ ഒന്ന് അടിച്ചവരൊക്കെ ശരിയാക്കട്ടെ, ഇങ്ങോട്ട് വരാന്ന് പറയും. അപ്പൊ അവര് അനിയത്തിയും കുഴപ്പമില്ല, അനിയത്തിയുടെ വീട്ടുകാരും കുഴപ്പമില്ല, മക്കളും മാത്രമേ, കാരണം മക്കൾ ഇവിടെ അല്ലേ വളർന്നെ. പിന്നെന്താ. അപ്പൊ അതിലൊന്നൊക്കെ ഒരു കുഴപ്പമില്ല. നല്ല ഒരു കുഴപ്പമില്ല. അപ്പൊ ഒരു അങ്ങനെ യാതൊരു പ്രശ്നമില്ല. പിന്നെ അനിയത്തി എന്ത് വേണമെങ്കിലും തരാനും ചെയ്യാനും ഒക്കെ തയ്യാറാ. പിന്നെന്താ. നമ്മുടെ ഏലംകുളം പഞ്ചായത്തില് നമ്മുടെ വായനശാലയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വനിതാവേദി പ്രവർത്തകരാണ് ഇപ്പോൾ വന്നിട്ട്. അതിൽ നമ്മളോടൊപ്പം സഹകരിച്ച് എല്ലാ കാര്യങ്ങളും നമുക്ക് വിശദമായിട്ട് നമ്മളോടൊപ്പം സഹകരിച്ച് ഇത്രയും നേരം ഇരുന്ന് ക്ഷമയോടെ ഞങ്ങളെയൊക്കെ ഏത് ചോദ്യത്തിനും മറുപടി തന്ന നമ്മുടെ തങ്കമണി ചേച്ചിക്ക് പ്രത്യേകം നന്ദി. പിന്നെ നമ്മളുടെ വായനശാല ഏലംകുളം ബാലകൃഷ്ണ സ്മാരക വായനശാലയിലെ വിജയലക്ഷ്മി ടീച്ചർ അവിടുത്തെ കൺവീനർ സ്ഥാനം ഏറ്റെടുത്ത് മുതൽ അവിടെ വായനശാല ഒന്നുകൂടി വികസിച്ച് നല്ല രീതിയിലായിട്ടുണ്ട് എന്നുള്ളതിന് പ്രത്യേക അഭിനന്ദനങ്ങളും നന്ദി അറിയിക്കുന്നു. അതേപോലെ നമ്മുടെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിഷ നല്ല രീതിയിൽ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഒപ്പം ഇപ്പോഴും കൂട്ടുനിന്ന് നമ്മുടെ പാർട്ടിയെ ശക്തിപ്പെടുത്താനും നമ്മുടെ സമൂഹം ശക്തിപ്പെടുത്താനും വനിതകളെ പ്രോത്സാഹിപ്പിക്കാനൊക്കെ വനിതാശാലയുമായി ഇപ്പോഴും പ്രവർത്തിക്കുന്നു. അതുപോലെ നമ്മുടെ വനിതാവേദിയിലെ ഒരു അംഗമായിട്ട് ഇപ്പോഴും തങ്കമണി ചേച്ചി അവിടെ വരുന്നുണ്ട് എന്നുള്ളത് നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവം. കാരണം ഈ പ്രായത്തിൽ അവർ ഒട്ടും മോശമല്ല. അതിന് പ്രത്യേകം നന്ദി ഒന്നുകൂടിയും പറയുകയാണ്. അത് നിലനിൽക്കണം. മറ്റുള്ളവർക്കൊരു മാതൃകയാണ് തങ്കമണി ചേച്ചി. ആ മാതൃക ഈ സമൂഹത്തിന് കൂടി ഉൾപ്പെടുത്തിയിട്ട് അവരത് മനസ്സിലാക്കാൻ നന്നായിട്ട് ഇതാവട്ടെ. നന്ദി. അതുപോലെ തന്നെ നമ്മളോട് സഹകരിച്ച നമ്മളെ ഇത്രയും നേരം വീഡിയോ ഒക്കെ പ്രദർശിപ്പിക്കാനായിട്ട് നമ്മളോടൊപ്പം നിന്ന നമ്മുടെ ദാമു ഏലംകുളത്തിനും പ്രത്യേകം നന്ദി. നമസ്കാരം.